എന്താണ് പ്രശ്നം? അയ്യോ തമാശ ചേട്ടന്മാരെ, ഭയങ്കര തമാശ. കെ മുരളീധരൻ തോറ്റാൽ തന്റെ കാർ നൽകും എന്ന പന്തയം പാലിക്കുമെന്ന് ചാവക്കാട് സ്വദേശി ബൈജു തെക്കൻ. നാളെ കാർ കൈമാറും. വിജയിക്കുമെന്ന് അടിയുറച്ച വിശ്വാസം ഉണ്ടായിരുന്നതിനാലാണ് പന്തയം വെച്ചതെന്നും ബൈജു മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. അതൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? ഇവിടെ എല്ലാത്തിനും പിന്നിൽ ഓരോ കഥകളുണ്ട്. സുരേഷ് ഗോപി ഇവിടെ ജയിക്കുകയാണെങ്കിൽ എന്റെ KL 46 എന്ന വാഗനർ സുരേഷ് ഗോപി ജയിച്ചാൽ ഞാൻ ചില്ലി സുനിക്ക് ഈ വണ്ടി കൈമാറുന്നതാണ്. എന്താ എന്റെ ഉദ്ദേശം? ഈ പന്തയം വെക്കുന്ന സമയത്ത് എന്തായിരുന്നു മനസ്സിൽ? പന്തയം വെക്കുന്ന നേരത്ത് കെ മുരളീധരൻ 100% ഇവിടെ വിജയിക്കുമെന്നായിരുന്നു. ഞങ്ങള് തോറ്റേന്റെ സങ്കടം ആഘോഷിക്കുക. ഞാൻ അങ്ങോട്ട് വിളിക്കാം. ഇനി എണ്ണിയവർക്കെങ്ങാനും തെറ്റുപറ്റിയതാണോ? എണ്ണിയവർക്ക് തെറ്റ് പറ്റിയാലും ജനങ്ങൾക്ക് തെറ്റ് പറ്റില്ല. ജനസംസാരം അങ്ങനെയാ. എന്റെ എല്ലാ മാനവും പോയി. ഇങ്ങനെ വിഷമിക്കല്ലേ പാപ്പിച്ചായ? പാപ്പിച്ചായന് സെക്കൻഡ് ഇല്ലേ? തീർച്ചയായും ആ വലിയ പ്രതീക്ഷയോടുകൂടി എന്റെ സുഹൃത്ത് തന്നെയാണ് BJP പ്രവർത്തകനും കലാകാരനുമായ ചില്ലി സുനിയുമായി ഒരു സംവാദത്തിൽ ഏർപ്പെടുകയുണ്ടായത്. നാശത്തിലേക്കാ നിങ്ങൾ പോകുന്നത്. അതൊരു ബെറ്റിലേക്ക് കലാശിച്ചു. അദ്ദേഹം സുരേഷ് ഗോപി ജയിക്കുമെന്നും അദ്ദേഹം മുരളീധരൻ ജയിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അദ്ദേഹത്തിനും, സുരേഷ് ഗോപി ജയിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്റെ കാർ അദ്ദേഹത്തിന് കൊടുക്കണം. അങ്ങനെയുള്ള ഒരു ബെറ്റാണ് ഇവിടെ നടന്നത്. സത്യം പറഞ്ഞ ആശാന്റെ കഴിവ് വെച്ച് നോക്കുമ്പോ ആശാൻ ഈ ലെവലിലൊന്നും അറിയപ്പെടേണ്ട ആളല്ല, കുറച്ചും കൂടി ലോ ലെവലിൽ അറിയപ്പെടേണ്ട ആളാണ്. പിന്നെ അനുഭവിച്ചോട്ടോ. എന്തായാലും അദ്ദേഹത്തിന് നാളെ എവിടെ വെച്ചിട്ടാണോ ബെറ്റ് നടന്നത്, ശ്രീ നാഗേക്ഷി ക്ഷേത്ര പരിസരത്ത് വെച്ചിട്ട് തന്നെ അദ്ദേഹത്തിന് കാറ് കൈമാറും. ഇപ്പൊ തലയും കുറിച്ചിരുന്നിട്ട് കാര്യമില്ല. എന്തൊക്കെയായിരുന്നു ഇങ്ങനെ ഒരു ബെറ്റ് വെച്ചതിന് ശേഷം സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളും ഒക്കെ എന്താ പറഞ്ഞത്? ഇത്തരം വലിയ ഒരു ബെറ്റിലേക്ക് കടക്കാൻ പാടില്ലായിരുന്നു എന്നൊക്കെ അവരുടെ ഒരു ഉപദേശമൊക്കെ ഉണ്ടായി. പക്ഷെ എന്തായാലും വാക്കാണല്ലോ പ്രധാനം. ഒരാവേശത്തിലെടുത്ത് ചാടി വേണ്ടായിരുന്നു അല്ലേ? വിട്ടവളി ആന പിടിച്ചാ കിട്ടൂ. എന്തെങ്കിലും സംഭവിച്ചതൊക്കെ കുട്ടിന്, സംഭവിച്ചിട്ടിരിക്കുന്നതൊക്കെ കുട്ടിന്, സംഭവിക്കാൻ പോണതൊക്കെ കുട്ടിന്, ഇനി ഒന്നും സംഭവിച്ചില്ല അതൊക്കെ വെരി വെരി കുട്ടിന്. ശരി.